ഹലോ അങ്ങനെ ദൃഢം കണ്ടു കേട്ടോ. ഷെയ്ൻ നിഗമാണ് മുഖ്യ കഥാപാത്രം. മാർട്ടിൻ ജോസഫ് ആണ് ഇതിൻ്റെ ഡയറക്ടർ, ഡെബ്യൂ ഡയറക്ടറാണ്. ജീതു ജോസഫിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു നേര്, ദൃശ്യം 2. ഇടുക്കിയിൽ വന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു SIയുടെ സ്റ്റോറിയാണ്. SI ആണ് നമ്മുടെ ഷെയ്ൻ നിഗം. വെറും ബിലോ ആവറേജ് കൂറപ്പടമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ. ബിക്കോസ് ഈ ഒരു സ്റ്റോറി എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും എന്നാലും നമുക്കൊന്ന് ഓക്കെ അക്സെപ്റ്റ് ചെയ്യാം. കേരളത്തിലൊക്കെ ഇങ്ങനെ സംഭവം നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ച് പൊളിക്കണം. ഷെയ്ൻ നിഗം അല്ലാതെ ദിനേശ് ഉണ്ട്, പ്രഭാകറുണ്ട്, പിന്നെ അതേപോലെ തന്നെ ശോഭി തിലകനുണ്ട്. ഇതൊരു ത്രില്ലർ പടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എസ്പെഷ്യലി ക്ലൈമാക്സ് കണ്ട് വെറുത്തു പോയി ഞാൻ, സത്യം പറയാമല്ലോ. അതേപോലെ തന്നെയാണ് ഷെയ്ൻ നിഗത്തിൻ്റെ ആക്ടിങ് ഞാൻ ഇത്രയും കൂറായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പോലീസ് ഓഫീസറായിട്ട് അത്യാവശ്യം കുറച്ചെങ്കിലും ഒരു കോൺഫിഡൻസ് വേണ്ടേ, ആ കോൺഫിഡൻസ് ഇതിനകത്തില്ല. ടെക്നിക്കാലിറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പടത്തിൻ്റെ ആർട്ട് ചെറുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നെ നമ്മൾ പറഞ്ഞില്ലേ കുറേ സിനിമകൾ ഇതേപോലെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മ്യൂസിക്കും തരക്കേടില്ലായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും നമുക്ക് അത്രയും ഹേർട്ട് ആവത്തില്ലായിരുന്നു. ഈ ഒരു ബിലോ ആവറേജ് പടത്തിന് ഞാൻ 5 ഒരു 1 കൊടുക്കുന്നു. അപ്പോൾ ഇതേപോലെ റിവ്യൂസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ. മുംബൈ കാ മല്ലു ഫ്രം കൊച്ചി.